قد كفاني علم ربي من سؤالي واختياري فدعائي وابتهالي شاهد لي بافتقاري فلهذا السر أدعو في يساري وعساري أنا عبد صار فخري ضمن فقري واضطرار قد كفاني علم ربي من سؤالي واختياري قد كفاني علم ربي من سؤالي. എൻ്റെ പേര് മുഹമ്മദ് ബന്ദാർ എന്നാണ്. കർണാടക സ്റ്റേറ്റിലെ വെൾത്തങ്കടി താലൂക്ക് ബന്ദാർ എന്ന സ്ഥലത്ത് നാട്ടിൻ്റെ ഒരു വ്യക്തിയാണ് മുഹമ്മദ് ബന്ദാർ എന്നാണ് ഞാൻ. ഞങ്ങളെ ഈ വെൾത്തങ്കടി താലൂക്കിൽ ബന്ദാറിൽ വെച്ച് ഒരു അത്ഭുതമായ ഒരു വെള്ളമുണ്ട്, ചൂടുവെള്ളം. ആ ചൂടുവെള്ളത്തിലേക്ക് സയൻറ്റിസ്റ്റുകൾ വരുന്നുണ്ട്. ട്രിവാൻഡ്രമിൽ നിന്ന് 10 വർഷത്തിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ 4-5 വർഷത്തിലായിട്ട് ട്രിവാൻഡ്രമിലെ മായ മേഡം, അതേപോലെ ശ്രീലേഷ് അവർ ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സാമ്പിൾ എടുത്തു പോയിട്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വിശേഷമായിട്ട് പറയാമെന്ന് ഞാൻ കുറേ ചാനലിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതിലൊരു ഇൻട്രൊഡ്യൂസ് ആക്കുന്നത് കർണാടകത്തിൽ കുറേ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ 10 കൊല്ലത്തിൽ സയൻറ്റിസ്റ്റുകൾ വരുന്ന പറഞ്ഞ അത് ഇപ്പോൾ 4 കൊല്ലത്തിൽ മുമ്പ് ചെന്നൈയിൽ നിന്നാണ് വന്നത്. 6 കൊല്ലത്തിൽ ഇപ്പോൾ 4 കൊല്ലത്തിൽ ട്രിവാൻഡ്രം മായ മേഡം, അതേപോലെ ശ്രീലേഷ് ഒരാളും വന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഒരു സാമ്പിളുകൾ എടുത്തിട്ട് പോകും. പിന്നെ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 36.7 ഡിഗ്രി ഇപ്പോൾ ചൂടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ എവിടെ ഇല്ലാത്തൊരു ഇതൊരു അത്ഭുതമായ വെള്ളമാണെന്ന്. ഇപ്പോൾ 2 കൊല്ലത്തിൽ അത് വറ്റിപ്പോകും. മുമ്പ് വറ്റിയ ചരിത്രമില്ല. ഇപ്പോൾ 2 കൊല്ലം ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ കുളിച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ മാറും. പിന്നെ ഈ വെള്ളത്തിന് കൃഷി ഉപയോഗിച്ചാൽ നല്ല ഉത്തമമായ കൃഷി വരും ഇതിൽ. അതല്ലാതെ ഈ പിന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ വെള്ളി ഏതെങ്കിലും ആഭരണങ്ങൾ ഇട്ടാൽ കുറേ ഇങ്ങനെ സമയമാകുമ്പോൾ അത് ഫുള്ളായിട്ട് കറക്കും. ഈ വെള്ളം വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 500 വർഷത്തിലധികമായി ഈ വെള്ളം വരാൻ തുടങ്ങിയിട്ട്. ഇവിടുത്തെ കുറേ ചാനലുകൾ, ന്യൂസ് ചാനൽ, അതേപോലെ ഒരേ രാജ്യത്ത് നിന്ന് വരുന്ന സാധാരണ എല്ലാം വന്നിട്ട് നോക്കാൻ വരുന്നുണ്ട്. ഇതൊരു അത്ഭുതമായ വെള്ളമാണ്. ഞങ്ങളെ കുടിക്കുന്ന വെള്ളത്തിനേക്കാളും ഈ വെള്ളം കുറച്ച് ഗട്ടിയാണ്. ഗന്ധകത്തിൻ്റെ അംശമുണ്ട് വെള്ളത്തിൽ, ഗന്ധകത്തിൻ്റെ അംശമുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വെള്ളം കുറച്ച് ഗട്ടിയാണ്. പിന്നെ മുട്ടയുടെ വാസനയുണ്ട് ഈ വെള്ളത്തിൽ, മുട്ടയുടെ വാസന. ഇതേ വെള്ളം ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഇന്ന് എടുത്ത വെള്ളം പാത്രത്തിൽ വെച്ചാൽ അതിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല, അതിനെ കുടിക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് കുടിക്കാൻ അത് കുറച്ച് സ്മെല്ലുണ്ട് വെള്ളം. അത് ഗന്ധകത്തിൻ്റെ എന്തോ ഒരു ഇത് ഉള്ളത് കൊണ്ട് അതെന്താണ് കുടിക്കാൻ അത്ര യോജിക്കുന്നില്ല. പിന്നെ കുടിക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ട് സയൻറ്റിസ്റ്റുകൾ, ഇവിടെ വരുന്ന സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ട്. ഒരു 6 മാസം പിന്നെ
ഒരു പ്രാവശ്യം വന്നുകൊണ്ടുണ്ടാവും. സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക. 9900900471 മുഹമ്മദ് ബന്ദാർ.